ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മൾ ആഗ്രയിലാണ്. ആഗ്ര അറിയാലോ. അപ്പോൾ നമ്മൾ ആഗ്രയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ താജ്മഹൽ കാണാൻ വേണ്ടി പോകണം. ആഗ്ര എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഓർമ്മ വരിക എന്താണ്, താജ്മഹൽ തന്നെയാണ് അല്ലേ. സോ നമുക്ക് താജ്മഹലിലേക്ക് പോകാം. ഞാൻ മെട്രോയിലാണ് ഇന്ന് പോകുന്നത്. ഇത് മെട്രോ ഉണ്ട്, നിങ്ങൾ ഇതാണ് മെട്രോ എന്ന് പറയുന്നത്. ഈ മെട്രോയുടെ പേര് ഒരു ഒന്നൊന്നര പേരാണ്, മാൻകാമേശ്വർ മെട്രോ സ്റ്റേഷൻ അല്ലേ, മാൻകാമേശ്വർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഈ മെട്രോയിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ മെട്രോൻ്റെ അകത്ത് കയറി അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഡൽഹി, മുംബൈയിലൊക്കെ മെട്രോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ ഈ മെട്രോയിൽ എന്ന് വെച്ചാൽ ആഗ്രയിലെ മെട്രോയിൽ ആരുമില്ല. ഇത് ടൂറിസ്റ്റുകളൊന്നും ഇതിനെപ്പറ്റി അറിയുന്നില്ല എന്നൊന്നും. കാരണം ഇല്ലേ, ഇതൊന്നാമത് ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ ഉള്ളോട്ടാണ്. ഒന്നാമത് ഇതിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ വന്ന വഴി നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് ഞാൻ കാണിച്ചില്ലേ, അമ്മാതിരി തിരക്കാണ്. ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു മെട്രോയിൽ. മറിച്ച് ഡൽഹിയിലെ മെട്രോയിലൊക്കെ ഞാൻ മുമ്പ് കയറിയപ്പോൾ നമുക്ക് അനങ്ങാൻ പറ്റൂല. മുംബൈയിലെ മെട്രോ അങ്ങനെയാണ്, അത്യാവശ്യം നല്ല ക്രൗഡാണ്. പക്ഷേ ഇതിൽ ആഗ്രയിലെ മെട്രോയിൽ അങ്ങനെ ആൾക്കാരില്ല കേട്ടോ. ആൾക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് വരുമായിരിക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് രാവിലെയാണ്. അപ്പോൾ നമ്മൾ ആഗ്രയുടെ ഇവിടെ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആഗ്ര താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റാണിത്. 2-3 ഗേറ്റ് ഉണ്ട്, ഈസ്റ്റ് ഗേറ്റും ഉണ്ട്. അപ്പോൾ ഇത് താജ്മഹൽ മെട്രോ സ്റ്റേഷൻ കേട്ടോ. താജ്മഹൽ മെട്രോ സ്റ്റേഷൻ തന്നെയാണ്. ഇവിടെ ഇറങ്ങിയാൽ മതി. ഇവിടെ മെട്രോയിൽ ഇറങ്ങിയാൽ നമുക്ക് ഇതിൻ്റെ മുന്നേ തന്നെയാണ് താജ്മഹലിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വണ്ടിയൊക്കെ ആയിട്ട് വരാമെങ്കിൽ അങ്ങനെയും വരാം. പിന്നെ ഇവിടുന്ന് ഞാനൊരു 20 രൂപ കൊടുത്ത് ചെറിയ നമ്മളെ കാറില്ലേ അതിന് കയറി ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടം വരെ നടന്നു. ഏകദേശം ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. പിന്നെ അത് ഒരു 20 രൂപ കൊടുത്താൽ നമുക്കത് ഈ വണ്ടിയിലേക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ. അപ്പോൾ നല്ല ഗാർഡനിങ്ങും ചെയ്തിട്ട് കണ്ടോ, നല്ല അടിപൊളി. നമ്മൾ താജ്മഹലിലേക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി പോകണം. അതിൻ്റെ കോമ്പൗണ്ടൊക്കെയാണിത്. നല്ല മരങ്ങളൊക്കെ വെച്ച് നല്ല ഗാർഡൻ ചെയ്ത് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വിഷ്വലും ഡിസൈനൊക്കെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. വെൽക്കം ടു താജ്മഹൽ, വെസ്റ്റ് ഗേറ്റ് എൻട്രി. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഉണ്ടെങ്കിൽ 250 റുപ്പീസാണ് ടിക്കറ്റ് വരുന്നത്. 250 രൂപ ടിക്കറ്റ് വരും. ഓക്കെ. അതിൽ മ്യൂസിയത്തിൻ്റെ ഇതും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താജ്മഹലിലേക്ക് പോകണം. അത്യാവശ്യം നല്ല ക്രൗഡാണ്. താജ്മഹൽ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, അല്ലേ, 1 ഓഫ് ദ 7 വണ്ടേഴ്സ് ഇൻ ദ വേൾഡ് അല്ലേ. 7 ലോകാത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് താജ്മഹൽ എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ താജ്മഹലിൻ്റെ അല്ലേ, മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും പ്രണയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മുംതാസിന് വേണ്ടി ഷാജഹാൻ പണിത് കൊടുത്തതാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സോ ആ താജ്മഹലിലേക്ക് നിങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ ക്രൗഡ് തന്നെയാണ്. ആൾക്കാർ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആൾക്കാർ നമുക്ക് എല്ലാ സമയത്തും കാണാം നമുക്ക്. അപ്പോൾ ഇത് താജ്മഹലിൻ്റെ പുറത്തുള്ള കുറച്ച് കോട്ടവാതിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ല, അതുപോലെ കോട്ടവാതിലുകളും ചെറിയ വഴികളൊക്കെ ഉണ്ട്. പുറത്ത് നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് വെച്ച് നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് അടിപൊളി സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് താജ്മഹലിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ. സോ നമുക്കിനി പതുക്കെ എന്ത് ചെയ്യാം, അകത്തേക്കൊന്ന് നടക്കാം. ठंडा नहीं है, ठंडा पानी पिलाने लाएगा।
അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. മെയിൻ ഗേറ്റാണിത് ആക്ച്വലി. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, അതിൻ്റെ ഉള്ളിൽ താജ്മഹൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അതിൻ്റെ എൻട്രി ഉള്ള, നമ്മൾ പുറത്തുനിന്ന് കണ്ട എൻട്രി ഇല്ലേ, ആ എൻട്രി സ്ഥലമാണ്. ഇത് കണ്ട പഴയ ഒരു അറബ് ടച്ച് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു മുഗൾ ഭരണ സമയത്ത് നിർമ്മിക്കപ്പെട്ടാണ് അല്ലേ. ഷാജഹാൻ ഭരണാധികാരിയായിരുന്ന സമയത്ത് മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ചരിത്രം ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അതാണ് താജ്മഹൽ. താജ്മഹൽ ദൂരത്ത് നിന്ന് കാണുന്ന ദൃശ്യം കണ്ട. ഇവിടെ ഭയങ്കര തിരക്കാണ്. കാരണം ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ തന്നെയാണ് എല്ലാവരും ഇവിടെ നിന്നാണ് ശ്രമിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. സോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകാൻ തന്നെ നല്ല പണിയാണ്. അപ്പോൾ ഞാനും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കണ്ടോ താജ്മഹൽ. ഇപ്പോൾ സൂം ചെയ്ത് കാണാൻ പറ്റുന്നില്ലേ, അടിപൊളി. ഞാൻ കുറച്ച് സൂം ചെയ്ത് എടുത്തിയാ സൂപ്പർ. അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഒരു എന്താ പറയുക, ഒരു കോമ്പൗണ്ട് ഒരു ഇതുപോലെ ഉണ്ട്, ഒരു അല്ല കവാടം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും. പക്ഷേ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ ചൂടൊക്കെ തുടങ്ങുന്നുണ്ട്. ഞാനിവിടുന്ന് കുറച്ച് ഫോട്ടോസും സെൽഫീസൊക്കെ എടുത്ത്. മലയാളികളൊക്കെ ഒരുപാടുണ്ട്. താജ്മഹലിൽ ഇവിടെ എപ്പം വന്നാലും നമുക്ക് തിരക്കിനെ കാണാൻ പറ്റുക. അല്ല ഈ തിരക്ക് ഒരിക്കലും നിൽക്കില്ല, അമ്മാതിരി തിരക്കാണ് ഇവിടെ. പിന്നെ തിരക്കെല്ലാം ഈ സന്ദർശകർക്ക് എന്താ പറയുക, വരാൻ പറ്റാത്ത സമയം എന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രസിഡൻ്റൊക്കെ വരുമ്പോഴാണ്. മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് വന്നില്ലേ, ട്രംപും അതുപോലെ ട്രംപിൻ്റെ വൈഫും ഇവിടെ സന്ദർശിക്കാൻ വന്നപ്പോൾ അന്ന് സന്ദർശകർക്ക് അന്നൊരു വിലക്കുണ്ടായിരുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ, അപ്പം സന്ദർശക ആ സമയത്ത് വരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വലിയ വലിയ VIPsകളൊക്കെ വരുമ്പോഴാണ്, VVIPsകളൊക്കെ വരുമ്പോഴാണ് സന്ദർശകർക്ക് പോകാൻ പറ്റാതിരുന്നത്. അല്ലാത്ത സമയത്ത് എപ്പോൾ നോക്കിയാലും താജ്മഹൽ എന്ന് പറയുന്നത് ഈ 365 ദിവസം ഡെയിലി 10,000 കണക്കിന് ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലമാണ്. ഞാൻ താജ്മഹലിൽ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ താജ്മഹലിൽ ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഫോട്ടോസ് മാത്രം എടുത്തിരുന്നുള്ളൂ, വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇന്ന് വ്ളോഗ് ചെയ്യുക എന്നുള്ള പർപ്പസോടുകൂടി വന്നതാണ്. ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നല്ല ഗാർഡൻ കണ്ട, നല്ല പൂന്തോട്ടം, ഫ്ലവറൊക്കെ നല്ല അടിപൊളിയായി ഡിസൈൻ ചെയ്ത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് നടക്കാനുണ്ട്. ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഫോട്ടോ എടുക്കണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഫോട്ടോസിൻ്റെ ആൾക്കാരുണ്ട്, ഗൈഡുമാരുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഒരുപാട് ഗൈഡുമാരെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഇല്ല. കേരളത്തിൽ എവിടുന്ന് എന്നോട് ചോദിച്ചിട്ടേ ഇല്ല. കർണാടകയിൽ കുറച്ച് സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ അങ്ങനെ ഉണ്ടായിട്ടില്ല. മൈസൂർ പാലസിൻ്റെ അവിടെ ആയിട്ടുണ്ടായിരുന്നു, ഗൈഡ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ലാസ്റ്റ് ഇപ്പോൾ ജയ്പൂർ, അതുപോലെ അഹമ്മദാബാദ്, മുംബൈയിലൊക്കെ എൻ്റെ ഗൈഡുമാരുടെ വിളയാട്ടമാണ്, കളിയാട്ടം എന്ന് പറയാം. ഇവരുടെ വിളയാട്ടം ഒരുപാടുണ്ടായിരുന്നു. രാജസ്ഥാനിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇവിടെയും ഉണ്ട്. കേരളം വിട്ടാൽ ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊന്നും ജോലിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട് തോന്നുന്നു. നല്ല കാര്യം തന്നെ, ഗൈഡ് ശരി തന്നെയാണ്. പക്ഷേ ഗൈഡ് ഒരുപാട് ആണെങ്കിൽ നമുക്കത് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേറെ കാര്യം. പിന്നെ ഗൈഡ് വാങ്ങുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ പൈസയിലെ ആൾക്കാർ വേണമെങ്കിൽ ഗൈഡിന് വെക്കും. ഫോറിനേഴ്സ് മെയിനായിട്ട് ഗൈഡിന് വെക്കും. ഇപ്പോൾ ഫോറിൻ ലാംഗ്വേജ് ഒക്കെ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, കൊറിയൻ ഭാഷ, ജാപ്പനീസ്, ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, സ്പാനിഷ് ഇതൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ നാട്ടുകാർ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ്, അവർ വിളിക്കും. സോ വിദേശ ഭാഷകളൊക്കെ പഠിച്ച് വെച്ചിരിക്കുന്നവർക്ക് ഇതേപോലെ ടൂർ ഗൈഡ് ആക്കിയിട്ട് പോവാം. അത്യാവശ്യം നല്ല പൈസ കിട്ടും കേട്ടോ. ടൂർ ഗൈഡ് ഞാൻ പറഞ്ഞില്ലേ, രാജസ്ഥാനിൽ ഉദയ്പൂർ പോകുമ്പോൾ നല്ല ചാർജൊക്കെ ആയിരുന്നു. ഒരു ഗൈഡിന് തന്നെ 500 രൂപ ചാർജ്. അത് മിനിമം ഒരാൾ മുതൽ 5 പേർക്കുള്ള ഒരു ഗ്രൂപ്പിനാണ് 500 രൂപ. പിന്നെ അതിലും ഗ്രൂപ്പ് ആൾക്കാർ കൂടുകയാണെങ്കിൽ അവരുടെ പൈസ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ അതും കഴിഞ്ഞ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ നല്ല ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വേറെയും ഒരു ടിപ്പും കൊടുക്കും അല്ലേ. ഒരു 300, 400, 500 രൂപ ഒരു ടിപ്പും വാങ്ങൽ എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യും. സോ ഒരു ദിവസം തന്നെ ഒരു 3-4 നല്ല ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ പിടിച്ചാൽ അത്യാവശ്യം നല്ല പൈസ ടൂർ ഗൈഡർമാർ ആക്കുന്നുണ്ട്. പക്ഷേ നല്ല ഫോറിൻ ലാംഗ്വേജ് ഒക്കെ പറയുന്നവർക്ക് അതിലേക്ക് ആ പൈസ നല്ല സുഖത്തിൽ നല്ല പൈസ ആക്കാം. അപ്പോൾ വിദേശ ഭാഷ, ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നത് നല്ല ഗുണമാണ്, അഡ്വാൻറ്റേജാണ്. ഇതേപോലെ ടൂർ ഗൈഡായിട്ടൊക്കെ വർക്ക് ചെയ്യുക. പക്ഷേ കേരളത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്നോട് ഓരോ സ്ഥലത്തും ടൂർ ഗൈഡ് വേണമെന്നുണ്ട് അങ്ങനെയൊന്നും ആരും വന്നിട്ടേ ഇല്ല. വളരെ കുറവാണ്, ആരും വന്നിട്ടില്ല. കേരളത്തിൽ ആരും വന്നിട്ടില്ല. ഞാൻ തിരുവനന്തപുരം പാലസ് പോയി, കന്യാകുമാരിയിൽ നിന്ന് വന്ന് തിരുവനന്തപുരം പാലസ് എത്തി, തിരുവനന്തപുരം സൂ ഇതെല്ലാം കറങ്ങി. പിന്നെ കൊച്ചിയിൽ വന്നു, മട്ടാഞ്ചേരി അവിടെയൊക്കെ കറങ്ങി.
അവിടെ നിന്നും അങ്ങനെ മട്ടാഞ്ചേരിയൊക്കെ ഒന്ന് രണ്ട് കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു, ഓർമ്മ വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ മുംബൈ, ഗോവ, രാജസ്ഥാൻ, ജയ്പൂരൊക്കെ, അഹമ്മദാബാദൊക്കെ വന്നപ്പോൾ ടൂർ ഗൈഡുകളുമാരുടെ പ്രളയം തന്നെ. ഇപ്പോൾ ഒരുപാട് പേര് ടൂർ ഗൈഡ് വേണോ ഒക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്ന് മുട്ടുന്നുണ്ട്. സോ നല്ലൊരു വരുമാനമാണിത്. അപ്പോൾ ഫോറിൻ ലാംഗ്വേജൊക്കെ പഠിച്ചോളൂ നിങ്ങൾ. ഫോറിൻ ലാംഗ്വേജൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള മേഖലകളിലൊക്കെ എന്താ പറയുക അവർക്ക് ഒരു പ്രസക്തിയുണ്ട്. അവർക്ക് ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, ലാംഗ്വേജൊക്കെ അറിഞ്ഞിരിക്കുന്നവർക്ക്. സോ എനിവേ നമുക്ക് താജ്മഹലിൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടെ ആൾക്കാർ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, അടിപൊളി. നല്ല ചെടികളൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് അടിപൊളി കേട്ടോ. പിന്നെ വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉണ്ട് കേട്ടോ, വാട്ടർ ഫൗണ്ടെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടാവേണ്ടതാണ്, ഇവിടെ വെള്ളമൊന്നുമില്ല. ചില വാട്ടർ ഫൗണ്ടെയിൻസൊക്കെ ഓഫാക്കിയെന്ന് തോന്നി അവർ. സോ ഇവിടെ സുരക്ഷ, ഹൈ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സേഫ്റ്റി കണക്കിലെടുത്തുകൊണ്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ ദിസ് ഈസ് താജ്മഹൽ. താജ്മഹലിൻ്റെ പല വ്യൂസ് നമുക്ക് കാണാം. അങ്ങനെയുണ്ട്, സൂപ്പറല്ലേ, അടിപൊളി അല്ലേ. വെണ്ണക്കല്ലിൽ തീർത്ത മാർബിൾ അല്ലേ, വെള്ള മാർബിൾ ശില്പം. ആ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. സോ നമുക്ക് പതിയെ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോയി താജ്മഹലിൻ്റെ ഏറ്റവും കൂടുതൽ അടുത്തുള്ള ദൃശ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കാണാം. ഓക്കെ, स्ट्राइट पकड़ा तो मिला मेरी अमन पे पकड़ा बुलेट बना मंदिरा चलेगा गार्डन हाँ तो ये सेंटर है यहाँ से लेकर यहाँ से अप्लाई कर सकते पानी पी हाँ चलो ഇത് ഓക്കെയാ ഞാൻ എന്താണ് वीडियो
वन टिकट है ना देखो वही ना टिकट का എന്താ അപ്പോൾ ആഗ്രയിലെ യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ നിലകൊള്ളുന്നത്. നല്ല വെള്ള മാർബിളാണ്. ഈ മാർബിള് എവിടെ നിന്ന് കൊണ്ടെന്നറിയോ? രാജസ്ഥാനിൽ നിന്നാണ്. ജയ്പൂരിലെ രാജാവ് കൊടുത്തതാണ് ഈ മാർബിൾ എന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പേർഷ്യൻ, മുഗൾ, ഇൻഡോ അറബ് സ്റ്റൈലിലാണ് താജ്മഹൽ നിർമ്മിക്കപ്പെട്ടതെന്നും പറയുന്നുണ്ട്. ഏകദേശം ഒരു 22 വർഷം എടുത്തു താജ്മഹൽ പണി കഴിപ്പിക്കാൻ. ഇപ്പോൾ ഷാജഹാൻ്റെ മുംതാസ് ഭാര്യയായിരുന്നു മുംതാസ്. അവരുടെ മരണശേഷം അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് താജ്മഹൽ ഈ രീതിയിൽ പണി കഴിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയെന്നും പറയപ്പെടുന്നു. 1600 സംതിങ്ങിലാണ് കേട്ടോ. ഏകദേശം എത്രയായി? ഇപ്പോൾ ഒരു 350 വർഷങ്ങൾക്ക് മുകളിലായല്ലേ. പൂർണ്ണമായും വെണ്ണക്കല്ലിലാണ് കേട്ടോ നിർമ്മിച്ച ഒരു സൗധമാണ്, ഒരു നിർമ്മിതിയാണ് താജ്മഹൽ എന്ന് പറയുന്നത്. സോ താജ്മഹലിലേക്കൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. ഡൽഹിയിൽ നിന്ന് ബസ്സുണ്ട്. ഏറ്റവും അടുത്ത എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ആഗ്ര എയർപോർട്ടുണ്ട്, ഡൽഹി എയർപോർട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഡൽഹി ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ആഗ്രയാണ്. ആഗ്ര ക്യാൻറ്റീൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ക്യാൻറ്റോൺ റെയിൽവേ സ്റ്റേഷൻ. അവിടെ വന്ന് ഇറങ്ങാം. അവിടെ നിന്നൊരു ഇഷ്ടം പോലെ ഓട്ടോ, ടാക്സി വണ്ടികളൊക്കെ ഒരുപാടുണ്ട്. കുതിര സവാരിയൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഇതിൻ്റെ ശില്പികൾ പല ആൾക്കാരുടെ പേരും പറയുന്നുണ്ട്. അതായത് പ്രധാനമായിട്ട് ഇറാനിൽ നിന്നുള്ള ശില്പിമാർ, ഇറാനിൽ നിന്നും കൊത്തുപണി ചെയ്യാൻ വേണ്ടി ഇറാനിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അവരൊക്കെ ആ സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് അല്ലേ. ചിലപ്പം ഇറാനിൽ നിന്നൊക്കെ നടന്നിട്ടായിരിക്കും അവർ നടന്നിട്ടായിരിക്കില്ല, കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തൊക്കെ വന്നായിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഇറാനിൽ നിന്നൊക്കെ ഇവിടം വരെ എത്താൻ ഏകദേശം എത്ര സമയം എടുക്കും? അതിന് തന്നെ വേണം, ചിലപ്പം 1 വർഷത്തിനടുത്ത് വരും. സോ അങ്ങനെ വന്നിട്ടാണ് ഏകദേശം ഒരു 10,000 കണക്കിന് തൊഴിലാളികളും കൂടിയിട്ടാണ് താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, മാർബിളും കാര്യങ്ങളൊക്കെ എടുത്തത് മെയിനായിട്ട് രാജസ്ഥാനിൽ നിന്ന് പറഞ്ഞു. രാജസ്ഥാൻ രാജാവാണ് കൊടുത്തത് എന്ന് പറയപ്പെടുന്നു. So anyway, it's a beautiful place. आराम से देख लो अपना
350 400 বছর আগেকার হয়তো এখনো পর্যন্ত प्लानिंग करना यहाँ बैठो, थोड़ी हवा आ रही है। 5 मिनट यहाँ बैठो। वहीं जाते हैं बनाओ। पीछे हाँ करेंगे आपको यहाँ गाड़ी देने इसलिए गाड़ी के आओ आओ आओ
ला लीजिए फोन करके, हम इधर से जाएंगे, बाहर जाएंगे अब। इथूनच इन्स्पायर झाले लोक आपल्या पिढ्यातले एके जवळ बघितलं नव्हतं तुम्ही सरकार और क्या यार वो भी था उनको भैया को साथ दे, मैं लेके आऊँगा। सब लोग जाओ उसके साथ। यहाँ पे बैठोगे वो खेलने से आगे मामा ਸ਼ਾਮੇ ਬੈਠ ਮੰਗ ਜਾਂਦੇ ਫੋਟੋ ਵੀ ਨਿਆਣਿਆਂ ਨੂੰ ਜ਼ਿਆਦਾ ਹੈ, ਆਪਾਂ ਨੂੰ ਤਾਂ ਇੰਨਾ ਹੈ ਵੀ ਨਹੀਂ। ഇതിൻ്റെ ഡിസൈനുകൾ ശ്രദ്ധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ നല്ല വാസ്തുവിദ്യ എന്ന് പറയുന്നത് മെയിനായിട്ട് പേർഷ്യനാണ്, അറബ് വാസ്തുവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഖുർആനിലെ ലിഖിതങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് പേർഷ്യൻ, അതായത് ഇറാനിൽ നിന്നുള്ള വാസ്തുവിദ്യ കലാകാരന്മാരാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഇത് മാർബിള്, ഇത് പെയിൻറ്റഡ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇത് ഈ മാർബിൾ തന്നെ കൊത്തി വെച്ചാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഈ ഫ്ലവറൊക്കെ ഉണ്ട് നിങ്ങൾ, ഇത് അടിപൊളി ഡിസൈനല്ല, ഇത് മാർബിൾ തന്നെ കൊത്തി ഉണ്ടാക്കിയത് ആണെന്നാണ് പറയപ്പെടുന്നത്. എത്ര മനോഹരമായിട്ട്, സൂപ്പറല്ലേ, വാവ്, ഇറ്റ്സ് അമേസിങ്.
ഇത്രയും വലിയ ഒരു നിർമ്മിതി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു 1600 വർഷങ്ങൾക്ക് മുമ്പ് ഇതെങ്ങനെ എത്തിച്ചിട്ടുണ്ടാവും? ഇതിനായിട്ട് മെയിനായിട്ടൊന്ന് ഉപയോഗിച്ചത് ആനകളെ ഉപയോഗിച്ചിട്ടുണ്ടാവും, ഒട്ടകങ്ങളെ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും, കുതിരകളെയും കഴുതകളെയും ഒക്കെയാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുക. ഇതിൻ്റെ അകത്ത് നമുക്കറിയാലോ, അകത്ത് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരമാണ്. ഇപ്പോൾ നമ്മൾ ഖബർ എന്നൊക്കെ പറയുന്ന പോലെ ശവകുടീരമാണ്. സോ ഇവിടെ അങ്ങനെ ഫോൺ അലൗഡ് അല്ല, മൊബൈലൊന്നും അലൗഡ് അല്ല, വീഡിയോ ഒന്നും അലൗഡ് അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തിറങ്ങാം. ഓക്കെ, இதெல்லாம் ஆர்டர் பண்ணிடுறாங்க சார். ഞാൻ പിന്നെ ഇവിടുന്ന് റെയിൽവേ ട്രാക്കായിരുന്നു നോക്കിയത്. നമ്മൾ മുമ്പ് ഈ ദൂരദർശനിലൊക്കെ മുമ്പ് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ദൂരദർശൻ്റെ ഒരു ഇൻട്രോ സോങ്. അതിൽ ഈ താജ്മഹൽ കാണിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെയിൽവേ ട്രാക്കിൽ നിന്ന് ട്രെയിൻ ഓടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം കാണുന്നില്ല റെയിൽവേ ട്രാക്ക് എവിടെയാണെന്ന്. യമുന നദിയാണ് കേട്ടോ ഇത്, യമുന നദി. ഇതിൻ്റെ നമുക്കറിയില്ല, ഇതിൻ്റെ 2 സൈഡിൽ ഞാൻ പറഞ്ഞു വലിയൊരു കോട്ടവാതിൽ പോലെയുണ്ട്, നമുക്ക് അപ്പുറം കാണാം, അപ്പുറ സൈഡും. അതുപോലെ ടവറുകളുണ്ട് 4 സൈഡുകളിലായിട്ട്. ഇതേപോലെ വലിയ ടവറുകളാണ്. നിങ്ങളുടെ ബാക്ക് സൈഡിൽ വലിയ ടവറാണ്. അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല, ഡോറുകളൊക്കെ ഉണ്ട്, പക്ഷേ അകത്തേക്ക് കയറാൻ പറ്റില്ല. സോ ഷാജഹാന് പിന്നെ എന്താ പറയുക, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ തുറങ്കിലടച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ ചരിത്രം ഒരുപാട് പഠിക്കാനുണ്ട്, ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ല. ഇപ്പം എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ടവർ, കണ്ട, ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റൂട്ടാ. ഇതിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ രാത്രികളിൽ ചിലപ്പം ലൈറ്റ് കത്തിച്ചിട്ടുണ്ടാവും. ലൈറ്റ് മീൻസ് അന്ന് ഉണ്ടാക്കിയ സമയത്ത് വിളക്ക് കത്തിച്ചിട്ടുണ്ടാവും അല്ലേ, വിളക്ക് അല്ലെങ്കിൽ എന്താ പറയുക തീ കൊണ്ടുള്ള പന്തം, ഇതൊക്കെയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. വിളക്കും ചിലപ്പം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. വിളക്ക് എന്ന് പറയുന്നത് പിന്നെ അതിന് ശേഷം വന്നായിരിക്കും അല്ലേ. അന്ന് തീപ്പന്തം പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പം അതിൻ്റെ 4 സൈഡുകളിലേക്ക് കത്തിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവിടെയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. രാത്രി കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി താജ്മഹൽ. സോ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ അല്ലേ എത്ര പേരുടെ അധ്വാനമുണ്ട്, 10,000-കണക്കിന് തൊഴിലാളികൾ അധ്വാനിച്ചിട്ടുണ്ട്. ആ ജോലിക്കടയിൽ നിരവധി പേർക്ക് ചിലപ്പോൾ ജീവനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇത്രയും വലിയ ബിൽഡിങ്ങൾ ഇതൊക്കെ കെട്ടുമ്പോൾ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളുണ്ടാവും, ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. എനിവേ ആ 10-22 വർഷത്തെ അധ്വാനത്തിനൊടുവിലാണ് ഇതുപോലുള്ള വലിയൊരു നിർമ്മിതി ഇന്ത്യക്ക് കിട്ടിയത്, താജ്മഹൽ. സൂപ്പർ അല്ലേ. ഇതിൻ്റെ ഏകദേശം 4 ഭാഗത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഇതേപോലെ ഡിസൈൻ തന്നെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ കുറച്ച് വലുതാണ് കേട്ടോ. ഈ ഭാഗത്ത് വരുമ്പോൾ കുറച്ച് നമുക്ക് ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ബാക്കി നമ്മൾ ഇതിൻ്റെ 4 ഭാഗത്ത് പോയാലും ഇതേപോലുള്ള ഏകദേശം ഒരു ചില്ലുവാതിലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെയൊക്കെ ഓരോ ഡിസൈനുകളൊക്കെ കാണാൻ പറ്റും നമുക്ക്, മാർബിളിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സൂപ്പറല്ലേ. ഇതാണ് താജ്മഹൽ എന്ന് പറയുന്നത്. സോ താജ്മഹൽ നിങ്ങളിൽ പല ആൾക്കാരും വന്ന് കണ്ടിട്ടുണ്ടാവും, കൂടുതൽ ഇതിൽ വിവരിക്കേണ്ട കാര്യമില്ല.
ഫോട്ടോ തരുമാനല്ല ക്യാമറ ഒപ്പിക്കല്ലോ പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ താജ്മഹലിൻ്റെ മ്യൂസിയം ഉണ്ട് കേട്ടോ. താജ്മഹൽ മ്യൂസിയം ഉണ്ട്, പക്ഷെ അവിടെ വീഡിയോ അലൗഡ് അല്ല. പിന്നെ അതിൻ്റെ വേറെ പുറത്ത് വേറെ സൈഡിൽ ഒരുപാട് ഇന്ത്യയിലെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളുടെ എല്ലാം ഫോട്ടോസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ എക്സിബിഷൻ സ്റ്റാൾ പോലെ, ഫോട്ടോ എക്സിബിഷൻ. ഇത് സൂപ്പർ സ്ഥലം കണ്ടോ, ഇന്ത്യ ഗേറ്റ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ, ചർച്ചുകൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചർച്ചുകൾ, സബർമതി ആശ്രമം, നമ്മൾ പോയത് ഗുജറാത്തിൽ, കന്യാകുമാരി സ്വാമി വിവേകാനന്ദ പാറ റോക്ക്, കന്യാകുമാരി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇത് പാലസസ് കാണാം, മൈസൂർ പാലസ്, ടെമ്പിൾസുകൾ, ചില ടെമ്പിൾസൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പിൻ്റെ ഇതേ ഭാഗത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട, ഇത് ടെമ്പിള്, ഇത് കണ്ട കേരള, ഇതറിയാം പെരുവനം, പെരുവനത്തെ ടെമ്പിളാണ് ഇത്. സുബ്രഹ്മണ്യ ടെമ്പിൾ പയ്യന്നൂരിൽ സുബ്രഹ്മണ്യ ടെമ്പിളുണ്ട്. ഇത് അനന്തപുരം കാസർഗോഡ് ടെമ്പിളാണത്. അതുപോലെ തൃച്ചംബരം കണ്ണൂരിലെ ടെമ്പിളാണിത്. പിന്നെ ശ്രീ താലി ടെമ്പിൾ കോഴിക്കോടത്തെ ടെമ്പിളാണിത്. സോ
നമ്മുടെ കേരളത്തിലെ മെയിനായിട്ടുള്ള ടെമ്പിൾസുകളൊക്കെയുള്ള ഫോട്ടോസുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കർണാടകയിലും അതുപോലെയുള്ള സ്ഥലത്തെ ഫോട്ടോസുകളാണ്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളുടെയും ഇപ്പോൾ പാലസസ്, ടെമ്പിള്, മോസ്കുകൾ, ചർച്ചുകൾ, വൈൽഡ് ലൈഫുകൾ, ജംഗിൾ സഫാരികൾ, അതുപോലെ മൗണ്ട്മെൻറ്റ്സ്, ആർക്കിടെക്ചറൽ ഡിസൈനുകൾ, ഇതിൻ്റെയൊക്കെ ഫോട്ടോസുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം കാണാൻ തന്നെ നമുക്ക് മാസങ്ങളെടുക്കും, ഇന്ത്യ മുഴുവൻ കാണാൻ തന്നെ. ഞാൻ തന്നെ ഇപ്പോൾ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് 2 മാസം കൂടി കഴിഞ്ഞു. അപ്പോൾ അത്രയും നമുക്ക് കാണാനുണ്ടെന്ന് അർത്ഥം. ചെറിയൊരു പരിപാടിയല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ഥലം പോയി പിടിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഇവിടുന്ന് എന്തെങ്കിലും വെള്ളം കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ക്യാമ്പ കോളയുടെ ഷോപ്പുണ്ട്. ഉണ്ടായി ഞാൻ ക്യാമ്പയുടെ പവറപ്പ് കാണിച്ചു. ക്യാമ്പ നല്ല ഇടിച്ച് കയറുന്നുണ്ട് കേട്ടോ. കോള യുദ്ധത്തിന് മുമ്പിൽ, കോള പെപ്സിയുടെ മുമ്പിൽ ക്യാമ്പ ഒരു കാലത്ത് എയർലൈൻസിന് മുമ്പിലായിരുന്നു, പോയിട്ട് തിരിച്ചു വന്നിരുന്നു. ഇപ്പോൾ ശക്തമായി തിരിച്ച് കയറുന്നുണ്ട് ക്യാമ്പ. സൂപ്പറാണ്, മോശമില്ല. ഇപ്പോൾ ചെറിയ പൈസ, ഇത് 20 രൂപ ഉള്ളൂ. 10 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇപ്പോൾ ഓഫറുണ്ട്, 10 രൂപ ഉണ്ട്, ഇത് 20 രൂപ ഉള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് കുടിച്ചു. നല്ല അടിപൊളി സാധനം തന്നെ, മോശമൊന്നുമില്ല. ക്യാമ്പ പവറപ്പ്. ഓക്കെ. ഇപ്പോൾ മെയിനായിട്ട് ക്യാമ്പ നല്ല സാധനം തന്നെയാണ്, മോശമൊന്നുമില്ല, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമ്പ. സോ നമുക്കിനി അടുത്ത സ്ഥലത്ത് പിടിക്കാം. ഇപ്പോൾ അടുത്തത് ഞാൻ ആഗ്ര ഫോർട്ടിലേക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുകയാണ്. താജ്മഹലിൻ്റെ മുന്നിൽ തന്നെ ഇതുണ്ട്. ഇത് ഗോൾഫ് ക്ലബ്ബാണ്. ഒരു ഗോൾഫ് ക്ലബ്ബ് ഉണ്ട്. നേരെ താജ്മഹലിൻ്റെ എൻട്രി ഗേറ്റിൻ്റെ നേരെ മുന്നിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്, ഗോൾഫ് ക്ലബ്ബാണത്. ഇവിടെ ആരും കളിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം നോക്കി പോകാം. ഓക്കെ.